സോ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ സെർവറിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാൻ കാരണം നമ്മുടെ ഇന്ത്യൻ സെർവറിലെ യൂട്യൂബേഴ്സും ലൈവ് സ്ട്രീമേഴ്സും തന്നെയാണ്. സോ അതിൽ നിന്ന് ഏറ്റവും വലിയ പേരാണ് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ. സോ നമ്മളത് ചെറുതായിട്ടൊരു എക്സ്പെരിമെൻറ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ഓൾഡ് ഐ ഡീസ് സെർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് ഐ ഡി സെർച്ച് ചെയ്യണേന് എന്താ, ബട്ട് ഗൈസ് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്ന ഓൾഡ് ഐ ഡീസ് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്നുള്ള ഐ ഡീസ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് ഫസ്റ്റ് ഇലൈറ്റ് സീസൺ വരുന്നതിന് മുമ്പ് ആണ് ശരിക്കും നമ്മുടെ ഫ്രീ ഫയർ കളിച്ച് ലൈവ് സ്ട്രീം ഇടാൻ തുടങ്ങിയത്. സോ ആ സമയത്തുള്ള പ്ലെയേഴ്സ് ഇപ്പോഴും കളിക്കുന്നുണ്ടോ നമ്മൾ നോക്കും. എന്നിട്ട് അവരുടെ എന്തൊക്കെ റെയർ ബണ്ടൽസ് ഉണ്ടെന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കും. അതുമല്ലാണ്ട് ഈ വീഡിയോ ജസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ ഗെയിമിംഗ് വിത്ത് റഹീം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. സോ പുള്ളിയുടെ വീഡിയോ നോക്കി ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ആ പുള്ളിയുടെ ചാനൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന സ്ട്രീമൊക്കെ വളരെ പഴയതാണ്, അപ്പോൾ ക്വാളിറ്റി ഒക്കെ കുറച്ച് മോശമായിരിക്കും. സോ യു ഗൈസ് ഷുഡ് അഡ്ജസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. മലയാളിക്കെന്താടാ സോ ഫ്രണ്ട്സ്, ഈ ഫസ്റ്റ് ക്ലിപ്പിൽ നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് മില്ലിൽ ഒന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഒരു MP5 ഒക്കെ പിടിച്ചുകൊണ്ട് ഓടിയപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചില്ല ഒരു എനിമി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പുള്ളിനെ നോക്ക് ചെയ്ത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യേണ്ടത് അത്രപ്പാടിലാണ്, അതല്ലാണ്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, പുള്ളിയുടെ ഒരു ടീംമേറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഐഡിയ ആണ് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ID വരും, അതാണ് ആദിത്യ എന്ന് പറഞ്ഞിട്ട്. ആ സമയം ആദിത്യല്ല, ആദി എന്നാണ്. ആ സമയം ലെവൽ 2 ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ UID കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തിട്ട് ഈ ID ഒന്ന് പതുക്കെ സെർച്ച് ചെയ്ത് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ആ പുള്ളി എന്താണെങ്കിലും റീനെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെവലിൽ ആണെങ്കിൽ 74 ആണ്. 30 ദിവസമായി കളിച്ചിട്ടെന്നാണ് കാണിക്കുന്നത്. 30 ദിവസമല്ല, ചിലപ്പോൾ അതിക്കുള്ളായി കാണും. ബട്ട് നമ്മുടെ ഗെയിം എപ്പോഴും 30 ദിവസമേ കാണിക്കത്തുള്ളൂ. നമ്മൾ ഒരു വർഷം കളിക്കായിരുന്നാലും 30 ദിവസമേ കാണിക്കുള്ളൂ. സോ ഫ്രണ്ട്സ്, ഇവിടെ ലൈക്ക് നോക്കുവാണെങ്കിൽ 19,118 ഉണ്ട്. അപ്പോൾ കളക്ഷൻ, അതായത് പുള്ളി എക്യൂപ്പ് ചെയ്തിട്ടേക്കുന്ന ബണ്ടൽ നൈസാണ്. ബന്ധാന മാസ്കും ജാസ് പാൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാസ് പാൻറ് എന്തായാലും നല്ല രീതിക്ക് റെയർ ആയിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുള്ളിയുടെ റാങ്കും സംഭവങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പുഷ് ചെയ്യുന്നൊരു പ്ലെയർ ആയിരുന്നു. CS-ലായിക്കോട്ടെ BR-ലായിക്കോട്ടെ. അപ്പോൾ ഹീറോയ്ക്ക് സംഭവങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അവസാനം സീസൺ 38 ഹീറോയ്ക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് സീസണിലൊന്നും വെപ്പൺസ് ഒന്നും യൂസ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഓൾഡ് സീസണിൽ ഇവിടെ എന്താണെങ്കിലും പുള്ളി MB40 അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ അല്ല ഗൈസ്, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്കിൻ പോക്കർ MB40 ആണ്. അപ്പോൾ ഈ ഐഡിയ ഉണ്ട് എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അത്യാവശ്യത്തിന് ഗൺ സ്കിന്നും കളക്ഷനുള്ള ഒരു ഐഡിയ ആണിത്. അപ്പോൾ സ്റ്റാറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല അധികം. ആകെ 147 ഗെയിമേ ജയിച്ചിട്ടുള്ളൂ. സോളോ ആയിക്കോട്ടെ 2111 ഗെയിംസ് ചെയ്യുന്നു. അപ്പോൾ സ്ക്വാഡിലാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഗെയിംസ് ജയിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഗെയിം പുള്ളി നേരത്തെ വിട്ടതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും കളിച്ചിരുന്ന പുള്ളിയുടെ ID 80+ ലെവലാണ്. ഇപ്പം തന്നെ 74 ആണ്. പക്ഷേ എനിക്ക് ഒറ്റൊരു കാര്യം ചോദിക്കാനുള്ളൂ, പുള്ളി ഗെയിം വിടുന്നതിന് വരെ ഈ ID ആർക്കെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുത്തില്ല. ഈ സെല്ല് ചെയ്ത പുള്ളിക്ക് നല്ല കാശിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സെക്കൻഡ് ക്ലിപ്പിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് ഈ ക്ലിപ്പിൽ നമ്മുടെ സോണിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കുന്നു. അതേസമയം പുള്ളി ഒരു എനിമീനെയും കണ്ടു. ആദ്യം M10 സ്പ്രേ ഒക്കെ ചെയ്തു, എന്നിട്ട് എനിമി ചത്തില്ല. അപ്പോൾ പുള്ളി നമ്മുടെ SKS എടുത്ത് 51 ഡാമേജ് എടുത്തു. പക്ഷേ അതേസമയം വേറെ ഏതോ ഒരു എനിമി ആ പ്ലെയറിനെ അടിച്ചിട്ടു. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് നമ്മുടെ സോണിൻ്റെ അകത്തോട്ട് കയറാൻ പോയിരുന്നു. അതേസമയം പുള്ളിക്ക് നല്ല രീതിക്ക് അടിയുണ്ട്, പുള്ളി നോക്കായി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ സെക്കൻഡ് ക്ലിപ്പിൽ പുള്ളിയുടെ ഒരു ടീംമേറ്റ് ഉണ്ട്. ആ ID ആണ് നമ്മളിപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. സോ പുള്ളിയുടെ ടീംമേറ്റിൻ്റെ ഒരു ദന്തേ സ്വാപ്പ് അങ്ങനെ എന്തോ വായിക്കൊള്ളാത്ത പേരാണ്. പക്ഷേ ഗൈസ് ആ സമയം പുള്ളിയുടെ ലെവല് 36 ലെവലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്താണേലും ഈ പുള്ളിയുടെ UID കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഗെയിമിൽ കയറി ID സെർച്ച് ചെയ്ത് നോക്കാൻ പോവാം. സോ ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ID ഉണ്ട്. ഇപ്പോൾ ലെവൽ 66 ആണ്, സെയിം നെയിം തന്നെ. ബട്ട് ഗൈസ് ഈ പുള്ളി കളിച്ചിട്ട് 30 ദിവസത്തേക്കാൾ കൂടുതലായിട്ടുണ്ട്.
അപ്പോൾ ഐഡിയും ബാനറും സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് നൈസ് ആയിട്ടുണ്ട് ഗൈസ്. 12,476 ലൈക്ക് ആയിട്ടുണ്ട് ഞാനിവിടെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. സോ റാങ്കൊക്കെ അത്യാവശ്യം ഗൈസ്. പുള്ളിയുടെ പുള്ളിയുടെ എക്യൂപ്പ് ചെയ്തിരിക്കുന്ന ബണ്ടലുണ്ടോ? സ്ട്രീറ്റ് ബോയ് ബണ്ടലിൻ്റെ ടീഷർട്ടും സക്കുറ ബണ്ടലിൻ്റെ മാസ്കുമാണ് ഇവിടെ പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ എക്സ്പാൻഷൻ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ സ്ട്രീറ്റ് ബോയ് ബണ്ടലിൻ്റെ ടീഷർട്ടും സക്കുറ ബണ്ടലിൻ്റെ ഹെൽമെറ്റും. എന്ത് റെയർ ആയിട്ടുള്ള സാധനമെന്ന് പറയും. എന്നിട്ട് പുള്ളി ഗെയിം വിട്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. സോ ഇവിടെ ഗെയിംസിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് കളിച്ചിട്ടുണ്ട് പുള്ളി. 791 ഗെയിംസിൽ നിന്നൊക്കെ 87 ഗെയിംസ് നമ്മുടെ സോളോയിൽ ജയിച്ചിട്ടുള്ളൂ. ഇവിടെ ഈ പുള്ളിയും സ്ക്വാഡിലാണ് ഏറ്റവും കൂടുതൽ ഗെയിംസ് ജയിച്ചിരിക്കുന്നത്. ഡിയോസിലും അത്യാവശ്യം ഗെയിംസ് ജയിച്ചിട്ടുണ്ട്. KD റേഷ്യോ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ക്വാഡിൽ ക്ലാസ് സ്ക്വാഡിൽ 1.76 KD ആണ് ഇവിടെ ഉള്ളത്. ഹെഡ് ഷോട്ട് 80.28% ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ പുള്ളി കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ 70+ ലെവലായേനെ. ആ സമയം പുള്ളിയുടെ ലെവൽ 36 സോ ഐഡിയ കണ്ടിട്ട് പണ്ടേ നമ്മുടെ ഗെയിം ലെഫ്റ്റ് ചെയ്ത പ്ലെയറാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 70+. നേരത്തെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത പ്ലെയറിൻ്റെ പോലെ ആയേനെ. ഇലൈറ്റ് പാസ് അത്യാവശ്യത്തിന് പർച്ചേസ് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ ഇത്രയും റെയർ കളക്ഷനുള്ള ഐഡി പുള്ളി വിടുന്നതിന് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തിരുന്നെങ്കിൽ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഐഡി ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും മൂന്നാമത്തെ ക്ലിപ്പ് നോക്കാം ഗൈസ്. സോ ഫ്രണ്ട്സ്, ഈ തേർഡ് ക്ലിപ്പിൽ നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് ഭീമാശക്തി സ്ട്രിപ്പിൽ ഒരു എനിമീനെ അടിച്ചിടാൻ നോക്കുന്നു. അതേസമയം ആ എനിമി പുള്ളീനെ അടിച്ചിട്ട് പുള്ളിനെ ഫിനിഷും ചെയ്തു. സോ ഇവിടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന പുള്ളിയുടെ ഒരു ടീംമേറ്റിൻ്റെ ഐഡിയാണ് മിസ്റ്റർ സാദ് ഹാസ് എന്ന് പറഞ്ഞൊരു ഐഡിയ. ആ സമയം 30+ ലെവൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കാം എന്താണ് ഐഡിയയുടെ അവസ്ഥ നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഐഡി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പുള്ളിയും കളിച്ചിട്ട് 30 ദിവസമായി. അതിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വെറും 43 ലെവലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ സമയം കളിച്ചിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താണ്. അപ്പോൾ 2-3 കൊല്ലം മുമ്പ് ഡിലീറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ഗെയിം, അല്ലെങ്കിൽ കുറച്ച് മാസം മുമ്പ് കയറിയിട്ട് പിന്നെയും ഡിലീറ്റ് ചെയ്തായിരിക്കും. സോ ബാഡ്ജസും സംഭവങ്ങളൊക്കെ പുള്ളി കളിച്ചുകൊണ്ടിരുന്ന സമയം വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. 94 ബാഡ്ജസും സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എക്യൂപ്പ് ഡ്രസ്സൊക്കെ നോക്കാം. അപ്പോൾ പുള്ളി കാര്യമായിട്ടൊന്നും എക്യൂപ്പൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ നോർമൽ ഫ്രീ ഫയർ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. വേറെ ഒന്നും പുള്ളി എക്യൂപ്പൊന്നും ചെയ്തിട്ടില്ല. സോ ഈ ഐഡി ഓവർവ്യൂ സംഭവങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. CS ആയിക്കോട്ടെ, BR ആയിക്കോട്ടെ, സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, കളക്ഷനൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്, അറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പുള്ളി എന്തായാലും ഈ സമയം വരെ ടിൽ ഡേറ്റ് കളിച്ചിരുന്നേ പുള്ളിയുടെ ലെവല് 74+ 75 അങ്ങനെ എന്തെങ്കിലും ആയേനെ. 74, 75, 80 മിനിമം, മാക്സിമം 80 ആയേനെ. സോ ഇനി നമുക്ക് എന്താണെങ്കിലും റാങ്കും സംഭവങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല റാങ്ക് ഒന്നും പുഷ് ചെയ്തിട്ടുണ്ടെന്ന്. ആസ് ഐ എക്സ്പെക്റ്റഡ് പുള്ളി റാങ്ക് ഒന്നും പുഷ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഗെയിം ലീവ് ചെയ്തു. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് പോകാം. ഓക്കെ ഗൈസ്. സോ ഫ്രണ്ട്സ്, ഈ അടുത്ത ക്ലിപ്പിൽ നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് മില്ലിൽ ഒരു ടിന്നിൻ്റെ പുറകെ, ഒരു കണ്ടെയ്നർ പോലത്തെ സാധനത്തിൻ്റെ പുറകെ ഒളിച്ചിരിക്കുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പുള്ളിയുടെ നെറ്റ് പോയത് കൊണ്ടായിരിക്കാം. അതേസമയം പുള്ളിയുടെ അത്ര നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആ എനിമി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാൻ ഗെയിമിംഗ് അവിടെ ഇരിക്കുന്ന കാര്യം ആ എനിമി അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിനെ നോക്കാക്കിയപ്പോൾ തന്നെ പുള്ളിനെ ഫിനിഷും ആക്കി. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ പുള്ളിയുടെ ടീംമേറ്റിനെ ഐഡി ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നു. സായി ഭരത് എന്നാണ് ഇപ്പോൾ ഐഡിയുടെ പേര്. 29 ലെവലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും UID കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഗെയിമിൽ പോയിട്ട് ഈ ഐഡിയ സെർച്ച് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഈ തപ്പിയ ഐഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളി കളിച്ചിട്ട് 30 ദിവസത്തേക്കാൾ കൂടുതലായിട്ടുണ്ട്. വെറും 34 ലെവലിലും 25 ലൈക്കും മാത്രമുള്ള പുള്ളിയുടെ ഐഡിയിൽ. പേരും സെയിം തന്നെ, മാറ്റിയിട്ടില്ല. സായി ഭരത്തൻ തന്നെ. കളിച്ചിട്ട് 2-3 മാസത്തിന് ശേഷം പുള്ളി ഗെയിം നിർത്തി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ CS-ലും BR-ലും പുള്ളി കാര്യത്തിലായിട്ട് പുഷൊന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സാണെങ്കിൽ പോലും നമ്മുടെ ഫ്രീ ഫയറിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഡ്രസ്സ്, അതായത് നോർമൽ ക്ലോത്തിങ് ഉണ്ടാവില്ല, അതാണ് ഇവിടെ എക്യൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എന്തായാലും ഞാൻ പ്രൊഫൈലിൽ ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സക്കുറ ബാഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് പുള്ളി കളിച്ചിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഗ്യാൻ ഗെയിമിങ്ങിനൊക്കെ പോലത്തെ വലിയ വലിയ യൂട്യൂബേഴ്സ് പുള്ളിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിട്ടും പുള്ളി ഗെയിം നിർത്തിയെന്നൊക്കെ വെച്ചാൽ
എന്ത് പറയാനാ, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറും 4 IDs എടുത്തിട്ടുള്ളൂ. കാരണം ഇതുപോലത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ്. ബട്ട് ഫ്രീ ഫയർ റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടന്റ് ഇഷ്ടമാണെന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്നേ പറയാം. അതനുസരിച്ച് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രീമിൻ്റെ പിന്നെ നമ്മുടെ ഗെയിമിംഗ് വിത്ത് റഹീമിൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.